മാർച്ച് 27-ന് രാവിലെ 6 മണി മുതൽ എമ്പുരാൻ സിനിമ പ്രദർശനം ആരംഭിക്കുകയാണ്. സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് മുടങ്ങിയേക്കുമെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് സംവിധായകൻ പൃഥ്വിരാജ് ഈ ബിഗ് അപ്ഡേറ്റ് പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കടമ്പകൾ ഓരോന്നും താണ്ടിയാണ് എമ്പുരാൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്നത്. റിലീസിന് നാളുകൾ മാത്രം ശേഷിക്കവേ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായ തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയത് അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഇത് സിനിമാ പ്രേമികളെയും ആരാധകരെയും അടക്കം നിരാശയിലാഴ്ത്തി. ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതോടെ എമ്പുരാന്റെ റിലീസ് നീട്ടിവെക്കുമെന്ന അഭ്യൂഹങ്ങളും എത്തിയിരുന്നു. എന്നാൽ പറഞ്ഞ ദിവസം തന്നെ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ ആശീർവാദ് സിനിമാസുമായി കൈകോർത്തിരിക്കുകയാണ് ഗോകുലം മൂവീസ്. ലൈക്കയിൽ നിന്ന് വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുകയാണ് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഗോകുലം മൂവീസ്. ശ്രീ ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ ഭാഗമായതിന് പിന്നാലെ ഗോകുലം ഗോപാലിന് നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാലും എത്തിയിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിലാണ് എമ്പുരാൻ ഒരുക്കിയിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ്. അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലായാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചത്. സിനിമയിൽ നിന്നും 10 സെക്കൻഡ് ദൃശ്യങ്ങൾ കട്ട് ചെയ്ത് സെൻസർ ബോർഡ് US 16+ വിഭാഗത്തിൽ ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മിനിറ്റ് 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ്. 3 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. ചിത്രത്തിൽ നിന്ന് 10 സെക്കൻഡ് നീക്കം ചെയ്തത് കൂടാതെ 4 സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം മാറ്റി ചേർത്തിട്ടുമുണ്ട്. ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, ബൈജു, സായികുമാർ, ആൻഡ്രിയ ടിവാഡർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സച്ചിൻ ഗഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീസ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനീൽ, എറിക് എബണി, കാർത്തികേയ ദേവ്, മിഹയിൽ നോവിക്കോവ്, കിഷോർ, സുഗാന്ത്, ബെൽസാദ് ഖാൻ, നിഖാത് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഭട്ട്, ശുഭാംഗി, ജയ്സ് ജോസ് തുടങ്ങി വൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. റിലീസിന് 1 മാസം മുൻപ് തന്നെ മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ലോഞ്ചിങ് ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവരികയും ചെയ്തിരുന്നു. ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസിനാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ 3ാം ഭാഗവും മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി, നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവർ എന്നിവരുൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയുടെ ചരിത്രമാകാൻ പോകുന്ന എമ്പുരാനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നാകെ.